ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ ഇനി നമുക്ക് അടുത്തതായി എടുക്കാനുള്ള ടോപ്പിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽസ്. അപ്പം അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് B2B ആണ്, ബിസിനസ് ടു ബിസിനസ്. അപ്പോൾ B2B ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യുന്നത് 2 സെപ്പറേറ്റ് ബിസിനസ്സാണ്. ഇവിടെ കൂടുതലായിട്ടൊന്നുമില്ല, 2 ബിസിനസ് തമ്മിലുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് B2B മോഡൽ എന്ന് പറയാം. അതായത് ഒരു ബിസിനസ് വേറെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവർ തമ്മിലുണ്ടാകുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അത് ചിലപ്പോൾ അവരുടെ ഓഫർ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നതാവാം, അതല്ല അവരുടെ ഇൻഫർമേഷൻ മറ്റൊരു കമ്പനിക്ക് പാസ് ചെയ്യുന്നതാവാം. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ ബിസിനസ് ടു ബിസിനസ് B2B മോഡലിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2 ബിസിനസ് തമ്മിലുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ് B2B മോഡലിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് മറ്റു കമ്പനികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതൊരു ന്യൂ കൺസെപ്റ്റ് ഒന്നുമല്ല. ഓൾറെഡി ഒരു 1980 മുതലൊക്കെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന പേരിൽ ഇത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറേ ട്രാൻസാക്ഷൻസ് അടങ്ങിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻക്ലൂഡിങ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഓർഡേഴ്സ്, അതേപോലെ ഇൻവോയ്സ് ആൻഡ് ഷിപ്പിംഗ് ഓർഡേഴ്സ്. ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുള്ള കുറേ ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹൈ കോസ്റ്റ് ഈ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് എൻ്റർപ്രൈസിന് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ ആമസോണിൻ്റെ സൈറ്റ്. ഈ ആമസോണിൻ്റെ സൈറ്റിൽ ആമസോണിൻ്റെ പ്രൊഡക്റ്റ് മാത്രമല്ല ഉണ്ടാവുക, വേറെയും കുറേ സെല്ലേഴ്സിൻ്റെ പ്രൊഡക്റ്റ് അതിലുണ്ടാവും, കുറേ പബ്ലിഷേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തുണ്ടാവും അതിലുണ്ടാവും. ശരിയല്ലേ? നമ്മൾ സെല്ലേഴ്സിൻ്റെ ഇൻഫർമേഷൻ തന്നെ ഒരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ആരാണ് അത് സെല്ല് ചെയ്യണമെന്ന് അറിയാം. എല്ലാ പ്രൊഡക്റ്റും ആമസോൺ അല്ല സെല്ല് ചെയ്യണത്, ആമസോണിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെല്ലറും ആ ഒരു ആമസോൺ തമ്മിലുള്ള ബിസിനസ്സും തമ്മിലൊരു എന്ത് നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പബ്ലിഷർ ഈ ആമസോണിൻ്റെ സൈറ്റിൽ വെച്ചിട്ട് അത് സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് കുറേ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. കാരണം ആ ഒരു ആമസോണിൻ്റെ സൈറ്റ് ബിൽഡ് ചെയ്യേണ്ട കോസ്റ്റോ അല്ലെങ്കിൽ ആമസോണിൻ്റെ സൈറ്റ് ഓഡിയൻസിന് എത്തേണ്ട കോസ്റ്റ് ഒന്നും ഈ ഒരു സെല്ലർക്ക് വരുന്നില്ല. അതേപോലെ ആമസോൺ എന്ന് പറയുമ്പോൾ ഈ സെല്ലർക്ക് ലാർജ് ഓഡിയൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സ് ചെയ്യാൻ പറ്റും. എന്തിനേക്കാൾ കൂടുതൽ ആ സെല്ലർ ഒറ്റയ്ക്ക് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിലൂടെ സെല്ല് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരു ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തിട്ട് എല്ലാ തമ്മിലും ഓരോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ടൈപ്പ് ഓഫ് മോഡൽസിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡലായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൽ വേറെയും ഇതേപോലത്തെ സെയിം എക്സാമ്പിൾ വേറെയും പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് B2B മോഡലാണ്. അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ B2B മോഡലിന് ഉണ്ടാവുക എന്നാണ് പറയുക. ഇത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് തന്നെ ജിയോഗ്രഫിക് ഫ്രാഗ്മെന്റേഷൻ എന്ന ബാരിയർ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. അതായത് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നും, ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ ഒരുപാട് വട്ടം പറഞ്ഞു, അതിന് ജിയോഗ്രാഫിക്കൽ ബൗണ്ടറി ഇല്ല. ഏത് രാജ്യങ്ങൾ കടന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി എന്നൊരു ബാരിയറിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബയ്യർക്ക് ന്യൂ സെല്ലറിനെ കുറിച്ചിട്ടും അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അറിയാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. അതേപോലെ സപ്ലയർക്ക് ന്യൂ ബയ്യേഴ്സിനെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ അൺനെസസറി ആയിട്ട് നമുക്ക് വലിയൊരു ഇൻവെൻ്ററി ബിൽഡ് ചെയ്യേണ്ട കോസ്റ്റ് ഒക്കെ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ B2B മെയിനായിട്ട് ഇൻഫർമേഷൻ ഫ്ലോയും ട്രാൻസ്പെറൻസി എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സെല്ലേഴ്സിന് ഈ പ്രോസസ്സിങ് കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന കോസ്റ്റും വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് മോഡലാണ് നമുക്ക് പറയാനുള്ളത് ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ, അതായത് B2C. അപ്പോൾ ഇത് നമുക്കൊക്കെ അറിയാം, ഒരു ബിസിനസ് ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് ഡയറക്റ്റായിട്ട് അവരുടെ പ്രൊഡക്റ്റോ സർവീസസോ സെയിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെയാണ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ B2C ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്.
അപ്പോൾ അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ഇൻടാജിബിൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഓൺലൈൻ ബാങ്കിങ്, സ്റ്റോക്ക് ട്രേഡിംഗ്, എയർലൈൻ റിസർവേഷൻ, അങ്ങനെ എന്തുമാവട്ടെ ഏതൊരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസും ജനറൽ പബ്ലിക്കിന് ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡലിനെയാണ് ബിസിനസ് ടു കൺസ്യൂമർ അല്ലെങ്കിൽ B2C ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെല്ലർ ഡയറക്റ്റ് ആയിട്ടാണ് ആ ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. അവിടെ മിഡിൽ മാൻ അവിടെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് ഇതിൽ പേര് പറയുന്നുണ്ട് ഡിസ്ഇൻ്റർമീഡിയേഷൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതായത് ബിസിനസ് ഡയറക്റ്റായിട്ട് നമ്മളെ കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക വിത്തൗട്ട് യൂസിങ് ട്രഡീഷണൽ റീറ്റെയിൽ ചാനൽസ്. നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന ഹോൾസെയിൽ റീറ്റെയിൽ ചാനൽസ് റെഡ്യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതില്ലാതെയാണ് ഇവിടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു B2C ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ബിസിനസ്സും ഒരു റീറ്റെയിൽ കസ്റ്റമറും തമ്മിലാണ്. ഇതിൽ B2C മോഡലിൽ എപ്പോഴും പുതിയൊരു ട്രെൻഡ് എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഇത് റിലേറ്റീവ്ലി ആയിട്ടുള്ള ന്യൂ കൺസെപ്റ്റാണ് B2C എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനും അതേപോലെ പർച്ചേസ് ചെയ്യാനും പ്രൊഡക്റ്റൊക്കെ റിസീവ് ചെയ്യാനും ത്രൂ ഇലക്ട്രോണിക് നെറ്റ്വർക്കിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോഡലിനെ തന്നെയാണ് ഇവിടെ ബിസിനസ് ടു കൺസ്യൂമർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽ, അതായത് B2C മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ B2Cയിൽ എഴുതാം, നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബെനിഫിറ്റ്സും സിമ്പിൾ പോയിന്റ്സ് ആണ് പറയുന്നത്. ലോവർ മാർക്കറ്റിംഗ് കോസ്റ്റ് ആണ്, മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. അതേപോലെ ലോവർ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് ആണ്, ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ഓൺലൈനിലായതുകൊണ്ട് വളരെ കോസ്റ്റ് കുറവാണ്. പിന്നെ ബെറ്റർ കസ്റ്റമർ സർവീസ്, ഡയറക്റ്റ് സെല് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കോസ്റ്റ് കുറയുന്നത്, ബെറ്റർ കസ്റ്റമർ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിന് വരുന്ന കോസ്റ്റും ലോവർ ആയിരിക്കും, ലോവർ കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു ഓൺലൈൻ ആകുന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിന് ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറി എന്നൊരു ഹിൻഡ്രൻസ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് വൈഡർ മാർക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പറയാനുള്ള വേറെ ഒരു മോഡലാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ, C2C. ഇതിൽ ഇപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലി വേറൊരു ഇൻഡിവിജ്വലിന് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന് പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യുന്ന ഒരു മോഡലാണ്. ത്രൂ ഇൻ്റർനെറ്റ് വഴി ചെയ്യുന്ന ഒരു മോഡലിനെയാണ് C2C എന്ന് പറയുക. ഇതിനൊരു വെരി ഗുഡ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓൺലൈൻ ഓപ്ഷൻ ആണ്. ഓൺലൈൻ ഓപ്ഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ്, നമ്മളെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് വെക്കണമെങ്കിൽ നമുക്ക് അതിലിട്ടിട്ട് എന്ത് ചെയ്യാം, വേറൊരു കസ്റ്റമറിനെ കണ്ടെത്താം. അതേപോലെ അതല്ലെങ്കിൽ OLX നമുക്ക് അറിയുന്നതാണ്. ഇപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വെക്കണമെങ്കിൽ, ഒരു ഫോൺ വെക്കണമെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് കാറ് വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ ആ ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ ഇട്ടിട്ട് ഒരു കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലിനെ തന്നെയാണ് ഇവിടെ കൺസ്യൂമർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ C2C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബിസിനസ് ടു ഗവൺമെൻറ്, B2G മോഡൽ. അപ്പോൾ B2Gയിൽ നമുക്ക് പറയാനുള്ളത് ഈ പേരിൽ പറയുന്ന പോലെ തന്നെ ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു മോഡലിനെയാണ് B2G എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബിസിനസ്സും ഒരു ഗവൺമെൻറ്റും തമ്മിൽ കണക്ഷൻ വരുന്നത്? ഒരുപാട് സ്ഥലങ്ങളിൽ കണക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വല്ല ബിസിനസ് ഓഫീസുകളിലേക്ക് നമുക്ക് എന്ത് വരാം, കുറേ ഗൂഡ്സ് ആൻഡ് സർവീസസ് ഒരു ബിസിനസ് സപ്ലൈ ചെയ്യാറുണ്ട്. പല ടൈപ്സ് ഓഫ് ഓഫീസുകൾക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്, മിലിറ്ററിക്ക് ആവശ്യമായ പല ടൈപ്സ് ഓഫ് എക്യുപ്മെൻറ്റ്സും പല ബിസിനസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ B2 ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് മാത്രമല്ല ഗവൺമെൻറ് കുറേ ടെൻഡറൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ടോളുകളൊക്കെ പിരിക്കുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടി ആയിരിക്കും. അത് ഗവൺമെൻറ് ടെൻഡർ വിളിച്ചിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ആ ഒരു എടുക്കുന്ന കോൺട്രാക്ടർ ആ ഒരു ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അങ്ങനെ ഗവൺമെൻറ് കൊടുത്തിട്ട് ആ കൊടുത്ത പൈസ ആ ഒരു കോൺട്രാക്ടർ ആ ടോളിലൂടെ പിരിച്ചിട്ട് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇതൊക്കെ B2G ബിസിനസ് ടു
ഗവൺമെൻറ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡലിന് എക്സാമ്പിളാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് അടക്കുന്നുണ്ടാവും. വെഹിക്കിൾ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഇൻകം ടാക്സ്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ഒരു ബിസിനസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെറും ഗവൺമെൻറ് ബിസിനസ് മാത്രമല്ല കൺസ്യൂമറിന് നമുക്ക് പറയാം. അതായത് G2Bക്ക് പകരം G2C എന്ന് വരുന്നുണ്ട്. ഏതൊക്കെ ഒരു വെഹിക്കിൾ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ വരുമ്പോൾ അവിടെ G2C എന്നൊരു മോഡലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വേറൊരു മോഡലാണ് ബിസിനസ് ടു എംപ്ലോയി, B2E. അപ്പോൾ B2Eയിൽ പറയുന്നത് ആ പേരിലുള്ള പോലെ തന്നെ ബിസിനസ്സും എംപ്ലോയിയും തമ്മിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഒരു മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ഇത് യൂസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനൊക്കെയാണ് ഇത് മെയിൻലി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ B2E ആപ്ലിക്കേഷൻ്റെ സം എക്സാമ്പിൾസ് ആണ് ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് അതിലുള്ള എംപ്ലോയീസിന് അവരുടെ പേരിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്ന പ്രോസസ്സൊക്കെ ഉണ്ട്. അതിലേക്ക് നിർബന്ധമാണ് ഗവൺമെൻറ് റൂൾ പ്രകാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻ വരും. ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി മാനേജ്മെൻറ്റ്, അതേപോലെ കോർപ്പറേറ്റ് ഡിസെമിനേഷൻ, അതേപോലെ ഓൺലൈൻ സപ്ലൈ റിക്വസ്റ്റ്, സ്പെഷ്യൽ ഓഫർ ഫോർ ദി എംപ്ലോയി. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ കണക്ഷൻസ് ബിസിനസ്സും എംപ്ലോയിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസും ഓർഗനൈസും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പിനെ ഒന്ന് ന്യൂട്രൽ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഇപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സ്വന്തം ഒരു എസെൻഷ്യൽ നീഡിന് വേണ്ടിയിട്ട് കമ്പനി സ്വന്തം ടേക്ക് കെയറിൽ അതെന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേ കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു മോഡലിനെയാണ് ബിസിനസ് ടു എംപ്ലോയി മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു എമർജിങ് ബിസിനസ് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സം ടൈപ്പ് ഓഫ് ബിസിനസ് മോഡൽസിനെയാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമതായി പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്യൂമർ ടു കൺസ്യൂമർ ബിസിനസ് മോഡൽ തന്നെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ആ ഒരു സംഭവം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ കുറേ നമ്മൾ OLX, eBay, ഫേസ്ബുക്ക് അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് വെബ്സൈറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. പിന്നെ ഒരു മീഷോ ആപ്പ് പറഞ്ഞിട്ട് എപ്പോഴും യൂട്യൂബേഴ്സ് ചെയ്യുന്നതാണ്. മീഷോ ആപ്പ് കേട്ടിട്ടുണ്ടാവില്ല, ഒരു റീസെല്ലിംഗ് ആപ്പാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്സുകളാണ്. നമുക്ക് അതിലുള്ള പ്രൊഡക്റ്റിൽ സബ് ടൈം പ്രോഫിറ്റ് കൂട്ടിയിട്ട് വേറെ ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള കുറേ ആഡുകൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് മോഡലാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ. ഓൾറെഡി പറഞ്ഞതാണ്, ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് മോഡലാണ് പിയർ ടു പിയർ, P2P ബിസിനസ് മോഡൽ. അപ്പോൾ ഈ പിയർ ടു പിയർ ബിസിനസ് മോഡലിൽ പറയുന്നത് ഒരു കോമൺ സെർവറിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ റിസോഴ്സോ ഫയൽസോ ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡലിനെയാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. അതധികം ഈ കമ്പനീസിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പനീസ് ഈ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം, വെബിൻ്റെ കണക്ട് ചെയ്തിട്ട് വെബ് ഇൻഫർമേഷൻ അവരുടെ സെർവറിൽ നിന്ന് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ്. അത് ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കോപ്പി റൈറ്റഡ് മ്യൂസിക് ഫയൽസ് ആവാം. അതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് അത് അലോ എന്ത് ചെയ്യാണ്, അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഒരു സെർവർ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്തിന് ഷെയർ ഫയൽസ്, കലണ്ടർ, വർക്ക് ഷെഡ്യൂള്, പ്ലാൻസ് വിത്ത് ഓഫ് ബർഡനിങ് ആൻഡ് സെൻട്രൽ സർവീസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസിൻ്റെ ആവശ്യത്തിന് ഒരു കമ്പനി ഒരു സെർവർ എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഡലിനെയാണ് പിയർ ടു പിയർ, P2P ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് M-commerce ബിസിനസ് മോഡൽസ് ആണ്. അപ്പോൾ M-commerce എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കൊമേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മൊബൈൽ എന്ന് പറയുമ്പോൾ ഒരു വയർലെസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു വയർലെസ് ഡിവൈസിനെയൊക്കെ നമുക്ക് മൊബൈലിൽ എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അത് നമുക്കൊക്കെ വെബുമായിട്ട് എന്താണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ വെബിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ എല്ലാ മൊബൈൽസിനും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മൊബൈൽ നെറ്റ്വർക്കും ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുക എന്നൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 3G 4G അതല്ലേ വൈഫൈ, ബ്ലൂടൂത്ത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയർലെസ് ആയിട്ടുള്ള കണക്ഷൻ ഇത്തരം ടൈപ്സ് ഓഫ് മൊബൈൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് എക്സിസ്റ്റിംഗ് വെബ് ബിസിനസ് മോഡലിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു നല്ലൊരു വെബ് ബിസിനസ് മോഡൽ എക്സിസ്റ്റ് ചെയ്യാൻ ഇനേബിൾ ചെയ്യുന്നുണ്ട് ഈ വെബ് ടെക്നോളജി യൂസ് ചെയ്തിട്ട്. അതുവഴി
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് കൺസ്യൂമറിന് പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കൺസ്യൂമർ ആയിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ബിസിനസ് സ്യൂട്ടഡ് ഫോർ ഇൻ്റർനെറ്റ്. ഏതൊക്കെ ബിസിനസ്സാണ് ഇൻ്റർനെറ്റിന് സ്യൂട്ടാകുക എന്നതാണ് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത് പറയുന്നതാണ് പ്രൊഫഷണൽ സർവീസസ്. അതായത് ഈ പ്രൊഫഷണൽ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഓൺലൈനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ കുറേ ഉദാഹരണങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഒരു ആർട്ടിക്കിൾസൊക്കെ എഴുതുന്ന ആളുകൾക്ക് അത് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിലൂടെ സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർക്ക് ഒരു പ്രൊജക്റ്റൊക്കെ ഫിനിഷ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ കൺസൾട്ടിങ് ബിസിനസ്സിന് ഓൺലൈനിലൂടെ ചാറ്റിങ്ങിലൂടെ കോളിങ്ങിലൂടെ എന്ത് ചെയ്യാം, കൺസൾട്ട് ചെയ്യാം. അവർ പ്രൊഫഷണൽ സർവീസസിന് ഓൺലൈൻ എന്ന് പറയുന്നത് ബെറ്റർ ചോയ്സ് ആണ്. നെക്സ്റ്റ് ഡിജിറ്റൽ ഗൂഡ്സ്. ഡിജിറ്റലായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഗൂഡ്സും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ചെയ്യാം. ഡിജിറ്റൽ ഗൂഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇപ്പോൾ ഓൺലൈൻ സോഫ്റ്റ്വെയർസ് ആവാം, ഡിജിറ്റൽ ബുക്ക് ആവാം, ഡിജിറ്റൽ ലൈബ്രറി ആവാം. അങ്ങനെയുള്ള ഏതൊരു ഡിജിറ്റൽ ഗൂഡ്സും നമുക്ക് ഓൺലൈനിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പാക്കേജിന് നമുക്ക് സൂട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റിന് സൂട്ടബിൾ ആകുന്ന ഒരു ബിസിനസ്സാണ്. നെക്സ്റ്റ് പബ്ലിഷിംഗ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗസിൻ, ഈ ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, അതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പബ്ലിഷിംഗ് എന്നൊരു മേഖല ഉള്ള ബിസിനസ്സും ഇൻ്റർനെറ്റ് വളരെ സൂട്ടബിൾ ആണ്. നെക്സ്റ്റ് കാറ്റലോഗ്സ്. അതേപോലെ തന്നെ കാറ്റലോഗ് ആൻഡ് മെയിൽ ഓർഡർ ബിസിനസ്സിനും ഈ ഇൻ്റർനെറ്റ് വളരെ സ്യൂട്ടബിൾ ആണ്. അതായത് ഓഫ്ലൈനായിട്ടുള്ളവരൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് അയക്കുന്നതിന് പകരം ഇവർക്ക് ഇതൊരു മെയിൽഡ് കാറ്റലോഗ് ആയിട്ട് ഓൺലൈനിലൂടെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഓൺലൈൻ അഡ്വർടൈസിങ്. അപ്പോൾ ഓൺലൈൻ അഡ്വർടൈസിങ് എന്താണെന്ന് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് റിയൽ ടൈമിൽ ഓൺലൈനിലൂടെ എന്തൊരു ആഡ് കൊടുക്കുന്നതിനെയും നമുക്ക് എന്ത് വരാം, ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയാം. അതിൻ്റെ കുറേ ഫീച്ചേഴ്സും എക്സാമ്പിൾസും നോർമൽ ഓൺലൈനിൽ നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടുള്ള ഏതൊരു മീഡിയത്തിലൂടെയും അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സോഴ്സിലൂടെയും നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളുടെയോ ആഡ് നമുക്ക് ഓൺലൈനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ തന്നെയാണ് ഇവിടെ ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പല വെബ്സൈറ്റുകളും യൂസ് ചെയ്യുമ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്രാഫിക്സ് ആയിട്ട്, ചിലപ്പോൾ അതൊരു ഗിഫ് ഫയലാവാം, അല്ലെങ്കിൽ JPG ഫയലാവാം, അല്ലെങ്കിൽ അനിമേറ്റഡ് ഫയലായിട്ടോ ഒക്കെ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ പല വെബ്സൈറ്റ് തുറക്കുമ്പോഴും കാണാറില്ലേ. ഇപ്പോൾ മൊബൈലിൽ തന്നെ ചില ആപ്പ് തുറക്കുമ്പോഴൊക്കെ മുകളിൽ ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ എന്ത് ചെയ്യാം, പല ടൈപ്പ് ഓഫ് ആഡ്സും കാണാം. അതൊക്കെ ഓൺലൈൻ ആഡ്സിന് ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒരു ആഡിനെയാണ് ഇവിടെ ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മോഡൽസ് ഓഫ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ് ഉണ്ട്, അതിനെയാണ് പറയുന്നത്. അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അത് കോസ്റ്റ് പെർ ക്ലിക്ക്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് കൊടുത്താൽ. അപ്പോൾ എത്ര ആൾ ക്ലിക്ക് ചെയ്യുന്നു, ഓരോ ക്ലിക്കിനും എത്ര എമൗണ്ട് ഉണ്ടാവും, ആരാണോ ആഡ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കമ്പനി ഓരോ ക്ലിക്കിനും എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് പേയ്മെൻറ്റ് മോഡലാണ് കോസ്റ്റ് പെർ ക്ലിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ ഓർ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ. അത് ഒന്നുമില്ല, ആ ഒരു ആഡ് ആ പബ്ലിഷറുടെ പേജിൽ എപ്പോൾ അപ്പിയർ ആവുന്നതോ അതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. അതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് CPA, കോസ്റ്റ് പെർ ആക്ഷൻ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്താലാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ന്യൂസ് ലെറ്റർ സൈനപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്ഷൻ അവർ ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, ക്യാഷ് കൊടുത്താൽ മതി. നെക്സ്റ്റ് CPL, കോസ്റ്റ് പെർ ലീഡ്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPAയും CPLും ആക്ഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ CPLൽ എന്തെങ്കിലും ലീഡ് അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ലീഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആസ് ലീവ് വൺ ഈസ് കോൺടാക്ട് ഇൻഫർമേഷൻ. ഒന്നില്ലെങ്കിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനാവാം, അതല്ലെങ്കിൽ ബേസിക് സൈനപ്പ് ഓർ റിക്വസ്റ്റ് ഫോർ മോർ ഇൻഫർമേഷൻ. ഒന്നില്ലെങ്കിൽ ബേസിക്കായി സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോർ ഇൻഫർമേഷന് സൈനപ്പ് ചെയ്യുന്നതിന് പറയാം. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്, അതാണ് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ്.
ഈ ഫ്ലോട്ടിങ് ഇപ്പോൾ നമ്മളൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചില പെയ്ഡ് ആപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻഷോട്ടോ അല്ലെങ്കിൽ അങ്ങനെ എഡിറ്റിംഗ് പേയ്മെൻറ്റ് കൊടുത്ത് യൂസ് ചെയ്യേണ്ട ആപ്സിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചില ആഡുകൾ ആപ്പ് തുറന്നാൽ വരുന്നത് കാണാം. അത് ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈം പീരീഡ് ഉണ്ടാവും, 10 to 13 seconds വരെയൊക്കെ ഉണ്ടാവുക. അതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അല്ല എന്തിനു പറയണേ, നമ്മൾ യൂട്യൂബ് കാണുന്ന യൂട്യൂബിൽ വരുന്ന ആഡ്സ് ഇല്ലേ, അത്തരം ടൈപ്സ് ഓഫ് ആഡ്സിന് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയാം. അതിനൊരു ഫിക്സഡ് ടൈം പീരീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒന്നിലേക്ക് പോകും. അതല്ലേ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള 5 സെക്കൻഡ് കഴിഞ്ഞ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാറുണ്ട്. ചിലത് നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റിനെയാണ് നമ്മളിവിടെ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണ് ഇൻഡസ്ട്രിറ്റെയിൽസ്. ഇൻഡസ്ട്രിറ്റെയിൽസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് വേറൊരു പേജിലേക്ക് കടക്കുമ്പോൾ ആ പേജ് ഷോൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉണ്ടാവുന്ന ഒരു പേജ്, അതായത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പേജ് വന്നിട്ടായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്ത പേജിലേക്ക് എന്ത് ചെയ്യുക, കടക്കുക. അങ്ങനെ നമ്മൾ പല വെബ്സൈറ്റിൽ കയറുമ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറെൻറ്റ് ഒരു ടാബായിട്ട് തന്നെ വേറൊരു അഡ്വർടൈസ്മെൻറ്റ് പേജ് ഓപ്പൺ ആവാറുണ്ട്. അത്തരം ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഇത് നമ്മളെ ന്യൂ ഫോം ഓഫ് ടെലിവിഷൻ ആഡ്സ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ആഡിനെ തന്നെയാണ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഉണ്ടാകുന്നത് ഇൻ്റർനെറ്റിലാണ്. ഇത് നമ്മൾ അതേപോലെ തന്നെ സൗണ്ട് ആവാം, പിക്ചർ ആവാം, കളർ ഉണ്ടാവും, മൂവ്മെൻറ്റ് ഉണ്ടാവും. എപ്പോഴും 10 to 13 secondsലായിരിക്കും ഈ ഒരു ആഡ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ടി വിയിൽ കാണുന്ന ആഡിന് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ മോർ ഇൻഫർമേഷൻ വരില്ല. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആഡിൽ ക്ലിക്ക് ചെയ്തതിന് മോർ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ഇതുണ്ടാവും. നെക്സ്റ്റ് പറയാനുള്ള ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണ് പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ്. പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് തുറയുമ്പോൾ അതിൻ്റെ ആ വെബ്സൈറ്റ് ഒരു കളറില്ലാതെ കാണിച്ചാൽ അതിൻ്റെ മേലെ ചെറിയൊരു വിൻഡോ പോപ്പപ്പ് ആയിട്ട് വരലുണ്ടല്ലേ, എന്തെങ്കിലും ആഡ്, ആ ആഡ് നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആഡ്സ് നമ്മൾ കാണാറുണ്ട്. പോപ്പപ്പ് ആയിട്ട് വരുന്ന സെപ്പറേറ്റ് വിൻഡോ പോപ്പപ്പ് ആയിട്ട് വരുന്ന ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിനെയാണ് ഇവിടെ പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ആണ് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് ബേസ്ഡ് വിസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ടാർഗറ്റ് ബേസ്ഡ് ഒരു അഡ്വർടൈസ്മെൻറ്റിനെയാണ് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണ് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്ച്വൽ കണ്ടൻറ്റിനെ എന്താണോ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആക്ച്വൽ കണ്ടൻറ്റ് ആ പേജിൽ അപ്പിയർ ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിനെയാണ് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണ് അഡ്വർട്ടോറിയൽസ്. അഡ്വർട്ടോറിയൽസ് എന്ന് പറയുന്നത് നമ്മളൊരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ മാഗസിനിലോ വെബ്സൈറ്റിലോ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുക. അതൊരു ആർട്ടിക്കിളായിട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിഷർ ഫോമിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിനെയാണ് അഡ്വർട്ടോറിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസിൻസ്. ഇതൊരു ഇലക്ട്രോണിക് മാഗസിൻ ആണ്. അപ്പോൾ ഇതൊരു പ്രിൻറ്റ് മീഡിയം ആയിട്ടുള്ള ഒരു മാഗസിൻ. ഇത് നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട് വേറെ ആൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അത് തുറന്നിട്ട് ആ മാഗസിൻസ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യാം, അതിലൂടെ ആഡും കൊടുക്കും. അത്തരം ടൈപ്പ് ഓഫ് ഒരു ഇലക്ട്രോണിക് മാഗസിനെയാണ് ഇസിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് ലെറ്റർ. ഈ ഇസിൻസിനെ പോലെ തന്നെയാണ് ഈ ന്യൂസ് ലെറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ടെക്സ്റ്റോ ഇമേജോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലെറ്ററാണ് ന്യൂസ് ലെറ്റർ. അത് ഓൺലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻസ്. ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പ്രൊഡക്ട്സുകളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബിഡ്സിനെയാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പാം ഇമെയിൽ. നമുക്ക് കുറേ ഇമെയിൽസ് സ്പാമിലൂടെ വരാറുണ്ട്. നമുക്ക് നമ്മുടെ ആഡ് അടങ്ങിയിട്ടുള്ള ഒരു മെയിൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൽസ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. ദാറ്റ്സ് സ്പാം ഇമെയിൽ. നെക്സ്റ്റ് ടാർഗറ്റഡ് ഇമെയിൽ. സ്പാം ഇമെയിലിന് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് ഈ ടാർഗറ്റഡ് ഇമെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതവിടെ പെർമിഷൻ ഇല്ലാതെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. ടാർഗറ്റഡ് ഇമെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ ഡെമോക്രാറ്റിക് എന്തൊക്കെയാണോ ആഡ് വേണ്ടത് അങ്ങനെയുള്ള ഡെമോക്രാറ്റിക്കിനെ കണക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ആ മെയിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പറയാനുള്ളതാണ് ഓപ്റ്റിൻ ഇമെയിൽ. ഓപ്റ്റിൻ ഇമെയിൽ എന്ന് പറയുന്നതാണ് ഒരു ഗുഡ് ഫോം ഓഫ് ഇമെയിൽ അഡ്വർടൈസിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് സമ്മതമായിരിക്കും അങ്ങനെ ഒരു മെയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ആ കമ്പനിയുടെ മെയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റാണ് ഓപ്റ്റിൻ ഇമെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.
താങ്ക് യു.